ചെറിയ മീനാണ്, കൈ കഴിച്ചു. അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ചിട്ട് വന്നേക്കുന്ന മീൻ. അപ്പോൾ ഈ മീൻ നമ്മളിന്ന് റെഡിയാക്കാൻ പോണേ. ഇത് നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഇതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. എനിക്കറിയാൻ പാടില്ല ഇതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അപ്പൊ നമ്മള് അതിസാഹസികമായിട്ട് തന്നെ നമ്മുടെ ചൂര വെട്ടി ക്ലീനാക്കി കഷ്ണമാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇതൊന്ന് കഴുകി റെഡിയാക്കണം. അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതിനുള്ള ഒരു ഐഡിയ കിട്ടിയത് ഇപ്പോഴാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചൂര വറുത്ത് മാറ്റി വെച്ച് നമ്മളൊരു മസാല ഉണ്ടാക്കി ആ മസാലയിലിട്ട് ഇങ്ങനെ പെരട്ടി എടുക്കും. നമ്മുടെ ബീഫ് കറി പുറകെ പോവും. അതേപോലത്തെ ഒരു ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പൊ ചൂര ഫ്രൈ മസാല, ഫിഷ് ഫ്രൈ മസാല, അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാനിത് കഴുകി ക്ലീനാക്കി കൊണ്ടുവരാം. എൻ്റെ പൊന്നോ, നമ്മൾ മീനൊക്കെ വെട്ടി ക്ലീനാക്കി കഴുകി അടിപൊളിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ആദ്യം ഇത് വറുക്കാനാണ് പോണത്. കുറേ നേരം ഇതുമ്മേ കിടന്ന് പോകണം കേട്ടോ. അപ്പോൾ ആദ്യം ഇതിലേക്ക് നമ്മുടെ വറുക്കാനുള്ള മസാലയൊക്കെ പെരട്ടാം. അപ്പോൾ വറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചത്, മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതെല്ലാം നല്ല ലൂസായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു നാരങ്ങയും കൂടി പിഴിഞ്ഞിടാം. അപ്പോൾ നമ്മൾ നാരങ്ങയും കൂടി അങ്ങോട്ട് പിഴിഞ്ഞതിന് ഒരു നാരങ്ങ എടുത്തിട്ടുള്ളൂ. മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മീൻ അങ്ങോട്ട് പുരട്ടണേന് ഓരോന്നായിട്ട് പയ്യെ പുരട്ടി അങ്ങോട്ട് വെക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ മീൻ ഉടഞ്ഞു പോവും. വേണ്ട സംഭവം ഓക്കെയാണ്. അധികം പുരട്ടി എന്നാൽ വറക്കുമ്പോഴും പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അവസാനത്തെ പീസും നമ്മൾ പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്നൊരു എന്താ പറയുക, അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെ നാട്ടുകടപ്പനുസരിച്ച് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. നമ്മൾ വെക്കുന്നില്ല, നമ്മളെടുത്ത് ഡയറക്റ്റ് വറുക്കാൻ പോകണേ. അപ്പോൾ ഞാൻ കഴുകി റെഡി ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഉരുളിയിലാണ് വറുക്കണത്. അപ്പം ഉരുളി വെച്ച് തന്നെ തുടങ്ങാൻ പറ്റും. അപ്പോൾ എണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ എണ്ണ വേണ്ടി വരും വറുക്കാനുള്ളതുകൊണ്ട്. അപ്പോൾ ഈ സാധനം കണ്ട, നമുക്ക് ഈ മീൻ വറുക്കാൻ നേരത്തും ഒക്കെ ഇങ്ങനെ എടുത്ത് പിടിച്ചൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ അമേരിക്കയിൽ നിന്ന് 2 ആൻറ്റിമാര് കൊടുത്തുവിട്ട സാധനമാണ്. ഇത് മാത്രമല്ല വേറെ ഒരുപാട് സാധനങ്ങൾ കൊടുത്തുവിട്ടിട്ടുണ്ട്. ബീൻ ആൻറ്റിയും റീൻ ആൻറ്റിയും കൂടി കൊടുത്തുവിട്ടാണ്. വളരെ സന്തോഷത്തോടു കൂടി ഇത് ഞാൻ ഉദ്ഘാടനം ചെയ്യണേന്.
അടിപൊളി. അപ്പോൾ നമ്മുടെ മീൻ ഒരു സൈഡ് നൈസായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും മറിച്ചിട്ടുണ്ടാണ്. അടിപൊളി 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 നല്ല സൂപ്പറായിട്ട് കുക്കായിട്ടുണ്ട്. നല്ല അടിപൊളി മണവും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പയ്യെ കോരി കൊണ്ട് മാറ്റുന്നുണ്ട്. മീൻ വറുത്തത് വരെ കൊള്ളാം. ചൂട് ഓക്കെ. അപ്പോൾ നമ്മുടെ അവസാനത്തെ ഫ്രൈ ചെയ്ത മീനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടി മാറ്റണതാണ്. അപ്പോൾ ഇനി നമ്മൾ മസാലയൊക്കെ ഇട്ട് ഒരു ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ ഇത് കണ്ട മീൻ ഇത്രയുമായി. അതായത് നമ്മൾ വെട്ടിയപ്പോൾ മീൻ പകുതിയായി, അത് കഴിഞ്ഞ് വറുത്തപ്പോൾ പിന്നെയും പകുതിയായി. നമ്മൾ മസാല ഇട്ടൊരു ചെറിയ പെരട്ടൽ പുരട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി എന്താവും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഉരുളി ക്ലീനാക്കി ഒന്നും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുന്നതാണ്. പട്ട, ഏലക്ക, ജീരകം, അത് മൂന്നും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ അത് നമ്മൾ സവാള ഇടുന്നതാണ്. കുറച്ച് ഉപ്പിടുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പച്ചമുളക് അപ്പോൾ കുറച്ച് കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മസാലപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നല്ല സൂപ്പർ സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് തക്കാളിയും കൂടി ഇടണം. ഇതെല്ലാം കൂടി നല്ലപോലെ ഇളക്കി നല്ലോണം മൂപ്പിച്ചെടുക്കണം. തക്കാളിയൊക്കെ നല്ലോണം ഒടയണം. അപ്പോൾ നമ്മുടെ മസാല ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്യാപ്സിക്കം ഇടുന്നുണ്ട്. ക്യാപ്സിക്കം ഉടഞ്ഞു പോകാണ്ടിരിക്കാനാണ് നമ്മൾ ഇപ്പോൾ ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം നൈസായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി, അധികം വാട്ടിക്കളയരുത്. അപ്പോൾ ക്യാപ്സിക്കം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കണേണ്. ഒറ്റപ്പാലുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിക്കണേ കേട്ടോ. ഓക്കെ. അപ്പോൾ എല്ലാം റെഡിയാണ്. അപ്പോൾ ഇനി നമ്മുടെ മീൻ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ എടുത്താൽ മാത്രം മതി.
ബാ. മീനിങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് എല്ലാം കൂടി ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്താൽ മതി. ആഹാ, അടിപൊളി. ആ ഒരു മണവും എല്ലാം കൂടി നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ക്യാപ്സിക്കത്തിൻ്റെ മണം നല്ലോണം വരുന്നുണ്ട് കേട്ടോ. ശരിക്കും വലിയ പീസാണ് ഞാനിവിടെ എടുത്തേക്കണത്. ശരിക്കും കുറച്ചും കൂടി ചെറിയ പീസാണെങ്കിൽ നല്ലതാണ്. നമ്മളിപ്പോൾ വലിയ മീനാണെന്നല്ല, അപ്പോൾ വെറുതെ മുറിച്ച് ചെറുതാക്കി കളയണ്ട എന്നോർത്താണ് ഞാൻ വലിയ പീസായിട്ട് തന്നെ എടുത്തത്. ഇത് നല്ലോണം ഒന്ന് ഇളക്കി നല്ലോണം കൂട്ടി കൊടുക്കും. ഇതുണ്ട, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്, അടിപൊളി. ഇനിയിപ്പോൾ നമുക്ക് എടുക്കാം. വേറെ ഒന്നുമില്ല, എല്ലാം റെഡിയാണ്. നമുക്ക് അടപ്പയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഇനി കഴിച്ചാൽ മാത്രം മതി. എൻ്റെ സാറേ, കാണുമ്പോൾ ഇല്ല ഉണ്ണി ഇവിടെ പഴയ ചാപ്പിൻ്റെ ഒരു എനിക്കും അങ്ങനെ തോന്നായില്ല. അപ്പം നമ്മുടെ ഇത് ഇറക്കുന്നതിന് മുമ്പ് കുറച്ച് മല്ലിയിലയും കൂടി അങ്ങോട്ട് ഇടുന്നുണ്ട്. അപ്പം മല്ലിയിലയുടെ കൂടെ തന്നെ നമ്മുടെ കുറച്ച് സവാള വറുത്തതും കൂടി ഇടുന്നുണ്ട്. അപ്പം ഇനി ഇതൊന്ന് ഇളക്കി റെഡിയാക്കിയിട്ട് ഇതൊന്ന് എടുത്ത് താഴത്തേക്ക് വെച്ചിട്ട് ഇനി ഒന്ന് ഇളക്കി റെഡിയാക്കിയിട്ട് നമുക്ക് കഴിച്ച് നോക്കാം. ഓക്കെ, എന്താ സാറേ, വാ ഇളക്കാം. അവസാനത്തെ ഇളക്കലാണ്ട, ഇനി ഇളക്കൂല, ലാസ്റ്റ് ഇളക്കൽ. ഓക്കേ, അടിപൊളി. അതിന് കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ അപ്പം മേടിക്കാൻ പോയി, അപ്പം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ കല്ലുമേലിട്ട് ചൂടായിട്ട് പൊറോട്ട അടിച്ച് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ കുറച്ച് ഇതിൻ്റെ പുറത്തേക്ക് ഇട്ടിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കാം. അപ്പം ഇതിപ്പം എങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. വീഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ബീഫിനെ വെട്ടിക്കുമെന്ന്. ലക്ഷണം കണ്ടിട്ട് ബീഫിനല്ല, അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ വെട്ടിക്കുമെന്നാണ് തോന്നണം. ഞാൻ തന്നെ തള്ളി മറിക്കുമെന്നോ തോന്നുന്നു ഇപ്പം, അല്ലേ? പറഞ്ഞു കുറച്ച് ഗ്രേവി മാത്രം എടുത്തിട്ടുള്ളൂടാ. പിന്നെ കുറച്ച് ഗ്രേവിയും മീനും കൂടി. അതിനകത്ത് കിടന്ന് മൊരിഞ്ഞിട്ടേ ആ ഗ്രേവി, ആ ക്യാപ്സിക്കം അങ്ങോട്ട് പൊളി. ക്യാപ്സിക്കം അങ്ങോട്ട് വാടിയില്ല. ഇത് കണ്ട, ആ ഒരു മീനിൻ്റെ ഉള്ളിരിക്കണ കണ്ട, എൻ്റെ പൊന്നോ എന്ത് ടേസ്റ്റടാ. ഒരു രക്ഷയില്ലടാ, പൊളിയാണ്. മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം, ഉറപ്പാണ്. ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത്, വേറെ ഒരു രീതിയിലും ഉണ്ടാക്കരുത്. പൊളിയാണ്, ഒരു രക്ഷയില്ല. അപ്പം ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ പറ്റുമോ? അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ചൂര വറുത്ത് പുരട്ടി കറി വെച്ചതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, ഉള്ള പേരെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കൊള്ളാമോ? ഓക്കെ, ശരി.